വരൂ, ഇറങ്ങി വേഗം വരൂ, വേഗം വരൂ, വേഗം വരൂ. ജനകോടികളുടെ വിശ്വസ്തനായ നമ്മുടെ മന്ത്രി ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓ, ഈ കരിമ്പൂച്ചയായിരുന്നു. എന്നാ തൊട്ടു പുറകിലുണ്ടാകും വകുപ്പ് മന്ത്രി. ധീരതയോട് പറന്നോളൂ, ലക്ഷം ലക്ഷം പിന്നാലെ. അങ്ങേ സ്വീകരിക്കാനുള്ള വെടിക്കട്ടാ. ഞാൻ കരുതി ബോംബ് പൊട്ടിയായിരിക്കുന്നു. ഞാനും ഭീകരരുടെ ഹിറ്റ് ലിസ്റ്റുള്ളതാണല്ലോ. ഇന്ന് മുതൽ ഏട്ടാ മണ്ട, ഹിറ്റ് ലിസ്റ്റിൽ ഇല്ലേലും അങ്ങനെ പറഞ്ഞു പരത്തണം. എന്നാലും ഇന്നത്തെ കാലത്ത് വില ഉണ്ടാവൂ. മനസ്സിലായ? എന്താ കറുത്ത വിശാഖിന്റെ പേര്? എന്താ കണ്ടാൽ സുഖല്ലേ? എവിടെയാണ് ഈ കോള ഉത്സവത്തിന്റെ റിഹേഴ്സൽ നടക്കുന്നത്? കോളോത്സവം, കേരളോത്സവ രണ്ടും ഒന്നു തന്നെ. കൊക്കോകോളയിൽ ഇതിന്റെ സ്പോൺസർ എവിടെയാ? അവിടെയാണ്. വരൂ. എവിടം വരെയായി റിഹേഴ്സലൊക്കെ? നടക്കുന്നു. അങ്ങനെ നടന്നാ പോരാ, വെട്ടി തിളങ്ങണം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് കോള ഉത്സവം, കേരള ഉത്സവത്തിന്റെ ചുമതല ഇവിടെ കിട്ടിയത് എന്റെ നിയോജകമണ്ഡലം കൂടിയാണല്ലോ ഇത്. ഈ കുട്ടിയാണോ സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നത്? അതെ, സിനിമാറ്റിക് ഡാൻസ് ഇല്ലാതെ എന്ത് കേരളോത്സവം? അറിയാലോ. പിന്നെ ആ മിമിക്രി അവതരിപ്പിക്കുന്നവരോട് പ്രത്യേകം പറയണം, മുക്കനിട്ട് ശരിക്കൊരു താങ് കൊടുക്കാൻ. എന്തൊരു ചൂടാ! AC ഇല്ലാതെ ജനങ്ങൾ സേവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും വയ്യ. ആ കുട്ടികളൊക്കെ വിളിക്കൂ. കുട്ടികളോ? നൃത്തം ചെയ്യുന്ന കുട്ടികൾ. അവർക്ക് ചില നിർദ്ദേശങ്ങൾ എനിക്ക് കൊടുക്കാറുണ്ട്. കൊടുത്തോളൂ. ഇതാ, കണ്ണുകൾ സമുദ്രങ്ങളാവണം, കൈ മെയ്യാവണം, മെയ് കാലാവണം, കാലുകൾ ഇത്രയും വരെ കാണാവുന്ന ഡ്രസ്സുകൾ ഇടണം. ഡ്രസ്സുകൾ കുറയും തോറും പരിപാടിയുടെ ആകർഷകത കൂടും, സംഗതി വരും. ഏത് കേരളത്തിലെ തനത് കലകളാ ഞങ്ങൾ അവതരിപ്പിക്കുക. സാർ ഉദ്ദേശിക്കുന്ന പരിപാടിക്ക് വേറെ ആളെ നോക്കേണ്ടി വരും. നോക്കിയില്ലെന്ന് ആര് പറഞ്ഞു? ഐശ്വര്യ റോയി അഭിഷേക് ബച്ചൻ വിടുന്നില്ല. നമിതയ്ക്ക് ഡേറ്റ് ഇല്ല. ഷക്കീലൊക്കെ ആണെങ്കിൽ പഴയ മാർക്കറ്റ് ഇല്ല. ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാൻ മറ്റത് ചെയ്യും. എങ്കിൽ ഇയാള് തന്നെ കുട്ടി ഉടുപ്പിട്ടുകൊണ്ട് സ്റ്റേജിൽ കയറേണ്ടി വരും. എന്താ പറഞ്ഞത്? അത് പിന്നെ ഈ സിനിമാറ്റിക് ഡാൻസ് അവതരിപ്പിക്കേണ്ട കുട്ടികൾ പനി പിടിച്ച് കിടപ്പിലായതുകൊണ്ട് ഇന്ന് വന്നില്ല സാർ. പൂവർ ഗേൾസ്. ഞാൻ അവരെ പോയി ആശ്വസിപ്പിക്കാം. അയ്യോ, അത് വേണ്ട സാർ. അല്ല, എല്ലാ പേർക്കും എങ്ങനെ ഒരുമിച്ച് പനി പിടിച്ചു? അത് മനസ്സിലായി മനസ്സിലായി. മഴ നൃത്തമായിരിക്കും അവതരിപ്പിക്കുന്നത്. അപ്പോൾ റിഹേഴ്സലിന് മഴ പറഞ്ഞാൽ പനി പിടിക്കുമല്ലോ. ഗംഭീരമായിരിക്കണം മഴ. ഓക്കെ, ഗേൾസ് എല്ലാം ഇങ്ങനെ വൈറ്റ് ഡ്രസ്സിലായിരിക്കണം. അതിലൂടെ ഇങ്ങനെ മഴ പെയ്ത് പെയ്തിറങ്ങണം. മഴ പെയ്യാണ്, മഴ പെയ്യാണ്, മഴ തുള്ളി നിർത്തറ. പൊഞ്ഞാണന്മാരി ഒരു പാട്ട് പാടാൻ സമ്മതിക്കില്ല. വൃത്തികെട്ടവന്മാരി. മുകുന്ദനേ സാനന്ദം കണ്ടീട വിപ്രന്നവാരി മുകുന്ദനേ സാനന്ദം കണ്ടീട ഇതെന്താ ട്യൂഷൻ ടീച്ചറിന്റെ പണിയുണ്ടോ? പുറത്ത് സംഗീത സദസ്സ് നടന്നുകൊണ്ടിരിക്കുക, കണ്ടില്ലേ? വെറും സംഗീതമല്ലല്ലോ, കഥകളി സംഗീതല്ലേ. കേരളോത്സവത്തിന്റെ റിഹേഴ്സൽ തുടങ്ങിയ പിന്നെ ആദ്യ സംഗീത സഭ. അതിനു മുമ്പേ അച്ഛനും അലിക്കും എന്നും ഇതായിരുന്നു പരിപാടി. അല്ല, ഈ അലീക്ക എന്നും വരുമായിരുന്നു ഇവിടെ? ഈ സന്ദീപേട്ടന് ഒന്നും അറിയില്ല ചേച്ചി. അലീക്ക താമസിക്കുന്നത് ഇവിടെയല്ലേ? ഇടയ്ക്ക് ഒരു ആക്സിഡന്റിൽ പെട്ട് അലീക്കയ്ക്ക് പാടാൻ പറ്റാണ്ടായി. ശബ്ദമില്ലാതായ ഗായകനെ ആർക്കു വേണം? വീട്ടുകാർ വരെ തഴഞ്ഞു. ക്ഷേത്രകല കൊണ്ടു നടക്കുന്നെന്നും പറഞ്ഞു പള്ളിക്കാരും തിരിഞ്ഞു നോക്കിയില്ല. പിന്നെ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൊരു ഒരു ആശ്രയം. കൂട്ടുകാരന് വേണ്ടി ചെയ്യാവുന്ന ചികിത്സ ഒക്കെ ചെയ്തു. ഇവിടെ കലാനികേതനിൽ ജോലിയും കൊടുത്തു. ആ സ്നേഹം കൊണ്ടാ പിന്നെയും പാടാമെന്നായിട്ടും അലീക്ക ഞങ്ങളെ വിട്ടു പോവാത്തത്. പാടാൻ പറ്റാണ്ടിരുന്ന കാലത്ത് ഒരു ചികിത്സ പോലെ അച്ഛൻ തുടങ്ങി വെച്ചതാ ഈ സംഗീത സദസ്. അത് എപ്പോഴും തുടരുന്നു. എന്താ മോളെ കഴിക്കാൻ? ഓ, സംഗീത സഭ പിരിഞ്ഞോ? ഇനി TV വെക്കാലോ? ഓ, ന്യൂസ് വെക്ക് മോളെ. മുംബൈയിലെ രാജ് ഇന്റർനാഷണൽ ഹോട്ടലിൽ നടക്കുന്ന ഭീകരാക്രമണത്തിൽ മരണമടഞ്ഞവരുടെ സംഖ്യ 87 ആയി. കൊല്ലപ്പെട്ടവരിൽ 9 പോലീസുകാരും 12 ഭീകരരും ഉൾപ്പെടുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് 13 പേരടങ്ങുന്ന സംഘം
മുംബൈയിലെ ജനത്തിരക്കേറിയ വിവിധ സ്ഥലങ്ങളിൽ അക്രമം അഴിച്ചുവിട്ടത്. അക്രമത്തിന്റെ പാത വെടിഞ്ഞ് അഹിംസയുടെ പാതയിലൂടെ നേടാനാവാത്തതായി ഒന്നുമില്ലെന്ന് ലോകത്തെ കാട്ടിക്കൊടുത്ത മഹാത്മാവിന്റെ ഭൂമിയാണിത്. ഇവിടെ തന്നെയാണല്ലോ ഇതൊക്കെ കാണേണ്ടി വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ അഹിംസയുടെ വഴിയിലൂടെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞ ആ മഹാത്മാവിന്റെ നെഞ്ചിന് നേരെ തന്നെ ആദ്യം നിറയൊഴിച്ചവരുടെ ഭൂമിയായത്. അത് മറക്കണ്ട. അക്രമികളിൽ ഒരാളായ സയ്യദ് അലി ഗസൻ സർ എന്നയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഇയാളെ റോയ്ക്ക് കൈമാറുമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇവനിൽ നിന്നും ചില ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സാർ. മിഷൻ 2009 എന്ന് പേരിട്ടിരിക്കുന്ന ആ പ്ലാനിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഇവനും അറിയില്ല. പക്ഷേ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെൻഡ്രൈവിൽ കറാച്ചിയിൽ നിന്നും പ്രത്യേക ട്രെയിനിങ് നേടി ഏതോ ഗൂഢലക്ഷ്യവുമായി ഇന്ത്യയിലെത്തിയ ചിലരുടെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. മിസ്റ്റർ മേനോൻ. മുഹമ്മദ് കമാൽ, സലീം മുബാറക്, അൻവർ ഇബ്രാഹിം, ഇവൻ ജാവേദ് ഇബ്രാഹിം. ഇവരുടെയൊക്കെ പേരും ഫോട്ടോസ് അല്ലാതെ മറ്റൊരു ഡീറ്റെയിൽസ് അറിയില്ല സാർ. ഇവരെ പറ്റി നമുക്ക് ലഭിച്ച വിവരങ്ങളും ഫോട്ടോയും മറ്റെല്ലാ സ്റ്റേറ്റ് പോലീസിനും എത്തിച്ചു കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. ഒരു ആന്റി സോഷ്യൽ ഗ്യാങ് എന്ന് മാത്രമേ ഇവിടെ നമ്മൾ വെളിപ്പെടുത്തുന്നുള്ളൂ. മേനോൻ സർ. ബാക്കി കൂടെ. ഇമ്രാൻ നസീർ, സത്താർ, കണ്ടില്ല. നമുക്ക് കളിക്കാം. ബോൾ കിട്ടി. ബോൾ ചേടാ രക്ഷോട്ട്. അൻവറേ,
നീ ആ കേച്ചേരി വായനശാല വരന്ന് പോണം. അവിടെ കുറച്ച് പുസ്തകങ്ങൾ കൊടുക്കാനുണ്ടത്രേ. ശരിക്കാ. മുംബൈ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇവിടെ നിന്ന് ആര് ഹർത്താൽ നടത്തണമെന്ന് കേട്ടു. ഇന്ന് കട ഓർക്കുന്നുണ്ടോ? റോഡ് സൈഡിൽ പഴയ പുസ്തകങ്ങൾ വിൽക്കണം, നമുക്കെന്ത് ഹർത്താലും ബന്ധും. ഇനി അഥവാ ആരെങ്കിലും കച്ചവടം നിർത്താൻ പറഞ്ഞ പൂട്ടിക്കെട്ടിങ്ങി പോരും, അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പോണ്ട. നീ ഇങ്ങനെ പേടിക്കാതെ മുംതാസ്, ഒരു കുഴപ്പമില്ല. പേടിക്കാതെ പിന്നെ? തലയിൽ തട്ടോട്ട് പുറത്തിറങ്ങുമ്പോ തന്നെ ഒരു ജാതി നോട്ടാ ചിലർക്ക്. ഏതാണ്ട് നമ്മളും തീവ്രവാദി എന്ന മട്ടില്. ആ സത്താറോ, വരൂ കഴിക്കാം. വേണ്ടേക്കാ, പോയിട്ട് ഇത്തിരി തിരക്കണ്ടേ? ഇത് വാടക. ആഹാ, ഇത് ഒരുപാടുണ്ടല്ലോ. ബഷീറൊക്കെ വെച്ചോ, ഞാനിവിടുന്ന് ഒരുപാട് ചോറിണ്ടിട്ടുള്ളതല്ലേ. ഈ പഴയ പുസ്തക കച്ചവടത്തിൽ നിന്നൊക്കെ ഇന്നത്തെ കാലത്ത് എന്ത് കിട്ടാനാ? അത് ശരിയാവില്ല സത്താറേ. അർഹിക്കാത്ത പണം കയ്യിലിരുന്നാൽ ഉള്ളും. പഴയ പുസ്തക കച്ചവടവും ഈ കിട്ടുന്ന കെട്ടിട വാടകയൊക്കെ ആയി ഞങ്ങൾ സന്തോഷമായിട്ടും കഴിഞ്ഞോളാം, അല്ലേ? അതെ, പക്ഷേങ്കില് ഈ ഷോറതിനെതിരെ കണക്ക് പറച്ചിൽ ഇന്നത്തോടെ നിർത്തിക്കൊള്ളുമെന്ന് മാത്രം. ഇതാ കേട്ടല്ലോ, അതാണ് ഈ കുടുംബത്തിന്റെ തീരുമാനം. ഇവിടെയാണ് സമ്മേളന വേദി. നഗരത്തിൽ നിന്ന് 3 വഴികളിലൂടെ ഇവിടേക്കെത്താം. കേരളോത്സവം നടക്കുന്ന ദിവസം, പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഫോറിൻ ഡെലിഗേറ്റ്സും ഒക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് ഈ 2 റോഡുകളും ബ്ലോക്ക് ആയിരിക്കും. ഈ പ്രധാന പാതയിലാകട്ടെ വെരി ടൈറ്റ് സെക്യൂരിറ്റി ആയിരിക്കും. ഓക്കെ, കലാനികേതന്റെ ഒപ്പമായതുകൊണ്ട് കർശനമായ ചെക്കിങ്ങിൽ നിന്ന് ഞാൻ ഒഴിവാക്കപ്പെടും. പ്രസിഡന്റിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞ ഉടൻ ഞങ്ങളുടെ കലാപരിപാടി ആരംഭിക്കും. ആ സമയം നമ്മൾ ലക്ഷ്യമിട്ട VIP-കൾ ദാ സദസ്സിന്റെ മുൻനിരയിലുണ്ടാവും. സ്ഫോടക വസ്തുക്കൾ ഗ്രീൻ റൂമിൽ വരെ എത്തിക്കാൻ എനിക്ക് കഴിയും. അവിടെ നിന്നുള്ള ഓപ്പറേഷനാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഗ്രീൻ റൂമിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെ എത്തിക്കും? അത് കൃത്യമായിട്ട് പറയണം. പ്രോഗ്രാമിൽ ഒരു വള്ളംകളിയുണ്ട്. സ്റ്റേജിന്റെ ഇരുട്ടും ലൈറ്റ്സും ഉപയോഗിച്ച് നദിയുടെ ഒരു ഫീൽ ഉണ്ടാക്കി സ്റ്റേജിൽ തുഴയുന്ന രീതിയാണ് ആ പ്രോഗ്രാമിന്. അതിനുവേണ്ടി ഒരു വള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട്. വള്ളത്തിന്റെ അടിഭാഗം വെട്ടിമാറ്റി അതിനുള്ളിൽ ആവശ്യത്തിന് സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ നമുക്ക് കഴിയും. ഒരു പ്രത്യേക ലോറിയിലായിരിക്കും ആ വള്ളം എത്തിക്കുന്നത്. സ്റ്റേജിനടുത്ത് വള്ളം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനടുത്തുണ്ടാവും. പെർഫോമിംഗ് ഡ്രസ്സിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ ആരും ശ്രദ്ധിക്കില്ല. യെസ്, അവിടം വരെയുള്ള കാര്യങ്ങളൊക്കെ. സ്റ്റേജിന് പിന്നിലുള്ള വള്ളത്തിൽ അതിശക്തമായ ഒരു സ്ഫോടനം നടന്നാൽ സ്റ്റേജിന് മുന്നിലുള്ള VIP-കൾക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? അങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ടെന്ന് എൻ്റെ അഭിപ്രായം. ഒന്നെങ്കിൽ വള്ളത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ മാറ്റിയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേജിൽ വള്ളംകളി നടക്കുമ്പോൾ സ്ഫോടനം നടക്കണം. അങ്ങനെ ആവുമ്പോൾ VIP-കളടക്കം മുൻനിരയിലിരിക്കുന്ന ആരും രക്ഷപ്പെടില്ല. സലീം മുബാറക് ഇന്ന് വൈകുന്നേരം എത്തും. ഞാൻ ഈ പ്ലാൻ അയാളോട് വിശദീകരിക്കാം. അയാൾ ഓർഗനൈസേഷനോട് സംസാരിക്കട്ടെ. ഓക്കെ, അടുത്ത മീറ്റിംഗിന്റെ സ്ഥലവും സമയവും ഞാൻ അറിയിക്കാം. ഇൻഷാ അല്ലാ. നിങ്ങളൊക്കെ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നേ? കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. ഒന്ന് വേഗം ആട്ടെ. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ മനസ്സിൽ ആദ്യം കൂടി വരുക. പരിപാടി നന്നാവോ കൊളാവോ? ഇവിടെ ചിലവർക്ക് ഒരു ചൂടുമില്ല. എന്താ കുട്ടിയെ, ആർക്കാ ചൂടില്ലാത്ത? എനിക്ക് തന്നെ, അല്ലാതെ ആർക്കാ? ഈ പരിപാടിയെ കുറിച്ച് കുറച്ചെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ ഈ പണിക്കാരിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുവോ? കളരിപ്പയറ്റ് അവതരിപ്പിക്കാൻ വന്നാൽ റിഹേഴ്സലിന് വരാതെ ചുട്ടിയടിക്കാൻ പോവോ? എന്തിനാ അധികം പറയണേ? കഥകളി വിദ്വാൻ ഇങ്ങനെ ഏത് നേരം മൂക്കി ചോപ്പിച്ചിരിക്കോ? ചിരിക്കണ്ട, നാട് മൊത്തം തുപ്പലുകൊണ്ട് അഭിഷേകമാവും. ഡ്രസ് ചീത്തയാക്കാണ്ട് എണീറ്റ് പോടി. എന്റെ കുട്ടിയെ, സെറ്റ് പണിന്റെ കാര്യം സംശയ. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ സന്ദീപ് കളരി ചിട്ടപ്പെടുത്തി കഴിഞ്ഞു. എന്റെ കാര്യം അറിയാലോ. കലാമണ്ഡലം ശങ്കരൻ നമ്പൂരിന് പകരം കലാമണ്ഡലം ഭീമൻ നമ്പൂരി എന്നാ എല്ലാരും പണ്ടേ എന്നെ വിളിക്കുക. എനിക്ക് എന്തിനാ റിഹേഴ്സൽ? ദേ വരുന്നു കളരിയാശാൻ, തച്ചോളി മരുവൻ സന്ദീപ്. ഇയാൾക്ക് എവിടെയും പോണമെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോക്കൂടെ? അപ്പൊ പോയതല്ല, പറയാതെ പോയതാണ് കുറ്റം അല്ലേ? പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എനിക്കൊന്നുമില്ലേ. അച്ഛൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞേക്ക് പാടി. വളരെ ആശാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ആര്? അതിപ്പോ അച്ഛൻ അന്വേഷിക്കണമെന്നാ മോള് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചത് നാളെ ഒരു യാത്രയുണ്ടായിരുന്നു. ദൂരയാത്രയ്ക്ക് ഞാൻ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു ഡ്രൈവർ ഉണ്ട്. പക്ഷെ അയാൾക്ക് നല്ല സുഖമില്ല. സന്ദീപിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ ഡ്രൈവ് ചെയ്യാം. അപ്പൊ ആ പ്രശ്നത്തിലുള്ളൂ. താനൊരു കുടുംബാംഗത്തെ പോലെ ആയതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായിട്ട് പോയിട്ട് വരാം. പ്രസാദം.